ഹലോ, നല്ലൊരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് കുറച്ച് ചിക്കനിലേക്ക് ആദ്യം കുറച്ച് പൊടി തയ്യാറാക്കി എടുക്കണേ. ഗരം മസാലപ്പൊടി നമ്മൾ തന്നെ തയ്യാറാക്കുക. പട്ട, ഗ്രാമ്പൂ, ജീരകം, കുരുമുളക്, പെരിഞ്ചീരകം എല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതൊന്ന് പൊടിച്ച് വയ്ക്കാം ഇടികല്ലിൽ തന്നെ. അതിന് തന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എന്നിവ നന്നായിട്ടൊന്ന് കളർ മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. എങ്കിലേ നമ്മുടെ ചിക്കൻ കറിക്ക് കളർ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും എല്ലാം ചേർത്ത് കുറച്ച് ഉപ്പ്, തൈര്, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ, കടുക് വേണമെങ്കിൽ ചേർത്തിയാൽ മതി. കടുക് എല്ലായിടത്തും ചേർത്തില്ല, പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ചേർത്തു. പിന്നെ സവാള, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. എന്നിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് വരെ കാത്തിരുന്ന് ചിക്കനിന് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളപ്പിച്ച് കറി റെഡിയാക്കി എടുക്കാം. നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പൊടികളെല്ലാം ചൂടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല കളറും കിട്ടും, പെട്ടെന്ന് ആവുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്യും.